യെസ്, ഒരു മിനിറ്റ് കൊണ്ട് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചാലോ? ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോ, ഫൈൻഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe ഇൻ FeCl2. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ക്ലോറിൻ്റെത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് -1. അപ്പോൾ എക്സ്, അതായത് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ഓർക്കേണ്ടത്? ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്താൽ അയണിന്റെ ക്ലോറിന്റെയും കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അയണിനെ നമുക്ക് അറിയില്ല, എക്സ് എന്ന് എടുക്കുന്നു. ഇനി ഒരു ക്ലോറിന്റെ ഇത് -1 ആണ്. ചോദ്യത്തിൽ എത്ര ക്ലോറിൻ ഉണ്ട്? ചോദ്യത്തിൽ 2 ക്ലോറിൻ ഉണ്ട് അല്ലെ? അപ്പോൾ -1 × 2, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. x - 2 = 0. സോ എക്സിന്റെ വാല്യൂ എത്രയാ വരിക? സിമ്പിൾ, +2. അപ്പൊ FeCl2ൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഈസ് ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണോ? നിങ്ങളുടെ ഉത്തരം സ്വാധീകരിക്കുക, ന്യായീകരിക്കുക. ഓക്കെ, എങ്ങനെയാ മക്കളെ ന്യായീകരിക്കുക? നമുക്ക് നോക്കാം. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആദ്യം 0 ആയിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മൾ കണ്ടെത്തി +2 ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ ഇൻക്രീസ് ചെയ്തു, കൂടി. ഇനി നോക്കിക്കാം മക്കളെ, ഹൈഡ്രജൻ ആദ്യം +1 ആയിരുന്നു, പിന്നീട് 0 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് അല്ലെ? അതായത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, വിച്ച് മീൻസ് ഹൈഡ്രജൻ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചു. ഓക്സിഡേഷൻ റിഡക്ഷനും ഇവിടെ ഒന്നിച്ച് നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ് എന്ന് ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വൈകിട്ടത്തെ മെഗാ മാരത്തിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.